ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ എണീച്ചു കടലക്കറി ഉണ്ടാക്കണം. കടലക്കറിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇന്ന് ഞാൻ വെച്ചതിന് ശേഷം ഉണ്ട് താളിച്ചത്. പിന്നെ ദോശമാവ് ഉണ്ടായിരുന്നു, ഇക്കാക്ക് ദോശ ഇഷ്ടമാണ്. നിങ്ങൾ കാണേണ്ടവർ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവർക്ക് എന്നും ഈ കടലക്കറി തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഇക്കാക്ക് കടലക്കറി നല്ല ഇഷ്ടമാണ്. കടല പുഴുക്കിയിട്ട് അതിന് ഞാൻ താളിച്ച് കൊടുത്താലൊക്കെ കഴിക്കട്ടെ. പിന്നെ ഇന്നലത്തെ മാവായിരുന്നു, മാവ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇക്കാക്ക് ദോശ ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എനിക്ക് പുട്ടുണ്ടാക്കി കേട്ടോ. അങ്ങനെ പുട്ടും കടലക്കറി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ചോറിന് ഞങ്ങൾ ഈ കടലക്കറി ആണെങ്കിൽ ഞങ്ങൾ ചോറിന് കടലക്കറി ഉപയോഗിക്കും കേട്ടോ. മുട്ട വറുത്തതോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുട്ടിയൊന്നും പോയിട്ടില്ലല്ലോ, എനിക്കും വയ്യ. കുട്ടീൻ്റെയൊക്കെ മാറി, ഇനി തിങ്കളാഴ്ച മുതൽ അംഗനവാടി പറഞ്ഞയക്കാൻ വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ പണിയൊക്കെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് പിന്നെ കയറി. എന്നിട്ട് പോകുന്നതാണ് തട്ടിക്കൂട്ട് പോലെയല്ല, എന്നാലും എളുപ്പപ്പണി നോക്കിയിട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ തൊണ്ടവേദന ജലദോഷം ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി ചോറ് വെച്ച് കറി വെച്ച് ഉപ്പേരി വെച്ച് അതൊക്കെ നല്ല പണി, എഴുതാൻ പറ്റിയതിൽ കഴിയുമല്ലോ. ഇതൊക്കെ നല്ല സിമ്പിൾ പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പുറത്ത് വെള്ളം വെച്ച് നമ്മുടെ സാധാ നെയ്ച്ചോറ് വയ്ക്കണ പോലെ തന്നെ കംപ്ലീറ്റ് ഇട്ടതായിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോഴേക്കും ഇപ്പുറത്ത് നമുക്ക് മുട്ട ഗ്രേവി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വലിയലിയും കറിവേപ്പിലൊക്കെ വാട്ടിയെടുത്ത് പൊടികളൊക്കെ അതിലിട്ടപ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും ചോറ് അരി അതിലേക്കിടുക കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. ആ കണക്കിൽ ഞാൻ ഇടുക. എനിക്ക് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അരിൻ്റെ വ്യത്യാസം, ചിലപ്പോൾ അരിൻ്റെ ചില അരിക്ക് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുട്ട ഗ്രേവിക്കൊക്കെ റെഡിയാക്കി, മുട്ടൻ്റെ എല്ലാ ഗ്രേവി റെഡിയാക്കിയിട്ട് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ടനെ പുഴുക്കിയിട്ട് വരഞ്ഞിട്ട് അതിനെ വെറുതെ ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് എണ്ണയിലും ചൂടാക്കി എടുത്തിരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുട്ടക്കറി ഇങ്ങനെ വെച്ച് നോക്കുക, നന്നായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നല്ല അതിലത്തെ എണ്ണയൊക്കെ അതിലേക്ക് ഒഴിച്ചാൽ അത് സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ദമ്മിടാം. ഈ കറി അതിലേക്ക് ഒഴിച്ചിട്ട് മേലെ ചോറൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധാ ദമ്മിടൽ കേട്ടോ. തൊണ്ടവേദനയൊന്നും മാറിയിട്ടില്ല, നല്ല ജലദോഷമൊക്കെ ഉണ്ട്. അത് സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. പിന്നെ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ടുണ്ട്, മരുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇക്കയും കാക്കുന്ന ടാപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇക്കയും വന്ന് ഞങ്ങൾ കഴിച്ചിട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉറങ്ങിയൊക്കെ എണീച്ചു. കട്ടൻ ചായയാണ്, ബ്രെഡ് പൊരിച്ചെടുത്തു കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി അതും സ്നാക്സ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.